ഇയാൾക്കൊക്കെ അഭിനയിക്കാൻ അറിയും, മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയും. അയാളൊക്കെ നിർത്തിപ്പോകേണ്ട സമയമായി. എന്തിട്ട് പാടണത് ഇജാതി മലങ്കൾട്ട് പടം. ഹലോ, വണക്കം. മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം ഞാൻ കണ്ടു. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തൻ്റെ മൂന്നാമത്തെ ചിത്രം, അതായത് ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നിവയ്ക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത, മോഹൻലാലിനെ വെച്ച് നായകനാക്കി ചെയ്ത ചിത്രമാണ് തുടരും. എന്തിട്ട് പാടണത് ഇജാതി മലങ്കൾട്ട് പടം. ഇയാൾക്കൊക്കെ അഭിനയിക്കാൻ അറിയും, മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയും. അയാളൊക്കെ നിർത്തിപ്പോകേണ്ട സമയമായി. അടുത്ത ബോംബ്, ഈ പടം പൊട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊരു മൂലൊക്കെ പോയിരുന്ന് കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. കാരണം പടം അജാതി പടം. എൻ്റെ പൊന്നു മോനെ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതെ ഇതാണ് സത്യം പറഞ്ഞാൽ. ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കണ പാനിൻ്റെ മൂവി പോലും നമുക്ക് ഈ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ലോ ബഡ്ജറ്റ് ചിത്രത്തിൽ നമുക്ക് ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ സീനും അടിപൊളി. ഇതൊക്കെയാണ് ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ചിത്രത്തെക്കുറിച്ച് പറയാനാണ്, ചിത്രം ക്രൈം ത്രില്ലർ ജേണലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കണ ഭയങ്കര പക്കാ ഒരു റോ ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള സംഭവം എന്നല്ല. ഇതൊരു ഫാമിലി ആയിട്ട് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രം. വലിയൊരു എക്സ്പെക്റ്റേഷനും വേണ്ട, വലിയൊരു ഹൈപ്പും ആ ഒരു രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയിരുന്ന് കാണാൻ ശ്രമിക്കരുത്. വളരെ എന്താ പറയുക, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുന്ന ചിത്രമാണ് തുടരും എന്നുള്ളൊരു ചിത്രം. ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള നായകൻ, കാറിനെ പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു കാറിന് എന്തെങ്കിലും പറ്റിയാലോ അവരുടെ കൺട്രോൾ പോവും. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോൾ എന്താ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ. ആൾ സ്വന്തം മറ്റെന്തിനേക്കാട്ടും കൂടുതൽ ആൾ തൻ്റെ കാറിനെ സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ആൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ തൻ്റെ കാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുടെ ആ ഒരു മൈൻഡ് തന്നെ മാറും. ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ നായകൻ്റെ എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ കാറിനെ പോലീസുകാർ പിടിക്കുന്നതും, പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ആ കാറ് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും പിന്നീട് ഈ പോലീസുകാരായിട്ട് വാക്ക് തർക്കമാവണതും അങ്ങനത്തെ ഉള്ളൊരു, സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു കഥയുടെ തുടക്കം ഇതാണ്. പക്ഷേ മെയിൻ കഥ ഇതല്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ, അല്ലാണ്ട് സ്പോയിലറൊക്കെ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻ കഥ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ക്യാമറ ആയാലും മ്യൂസിക് ആയാലും, JXP ജോയുടെ മ്യൂസിക് ആയാലും, ഇപ്പോൾ തിരക്കഥ ഒന്നും പറയാനില്ല. തിരക്കഥയാണല്ലോ ഒരു സിനിമയുടെ ആണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കഥയും ഒരു മേക്കിങ്ങും എല്ലാം കൊണ്ടും മികച്ചത്. ഇപ്പോൾ KR സുനിൽ, അദ്ദേഹത്തിൻ്റെയാണ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, തൃശ്ശൂർ കൊടുങ്ങല്ലൂർക്കാരനാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ സ്റ്റേഷനിൽ ഒരുപാട് വാഹനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു യാത്രക്കാരൻ യാദൃശ്ചികമായിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ പോലീസുകാർ പിടിച്ചിട്ടിരിക്കുന്ന വാഹനത്തെ നോക്കി നിൽക്കുന്ന ഒരാൾ, ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് അതിൽ നിന്നാണ് പുള്ളിക്ക് ഈ ഒരു ആശയം, അതായത് ഒരു സിനിമയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ഇതിന് പിന്നിലാണ്. എന്തായാലും അർഹിച്ച വിജയം തന്നെ പടത്തിന് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ വില്ലനായിട്ട് അഭിനയിച്ച പ്രകാശ് വർമ്മ, അദ്ദേഹം പുതുതായിട്ട് വന്നേക്കണ ഒരു പുതുമുഖ നടനാണ്. അതായത് ഇതുവരെ ഒരു സിനിമയിലോ മറ്റുള്ള ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. എന്ന് വെച്ചാൽ
പല പ്രമുഖ പരസ്യങ്ങളും സംവിധാനം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് നമ്മുടെ തുടരും എന്നുള്ള ചിത്രം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയം ഒന്നും എടുത്തു പറയാൻ, വില്ലനിസം എന്ന് പറഞ്ഞാൽ കട്ട വില്ലനിസം, അടാറ് വില്ലനിസം. എൻ്റെ പൊന്നു മോനെ, സീനിയർ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിലൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്ന അത്തരത്തിൽ ആ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് രഞ്ജി പണിക്കറുടെ ഒക്കെ ഒരു ആ ഫിഗർ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് പുള്ളിയുടെ. പിന്നെ വോയിസ് കൊണ്ടും ഷമ്മി തിലകൻ്റെ വോയിസിൽ ആ ഒരു എന്താ പറയുക, രഞ്ജി പണിക്കറിൻ്റെ ഫിഗറിൽ ഒരു ശരീരവും എല്ലാം കൊണ്ടും ലാലേട്ടന് മുന്നിൽ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ. അതും ഈ ഒരു പടത്തിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവാണ്. കാരണം നായകനൊത്ത എതിരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വില്ലനെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇദ്ദേഹത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പാൻ ഇന്ത്യൻ സിനിമകളിലൊക്കെ വില്ലനായിട്ട് അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ പോയിരുന്ന് കാണാം. ടിക്കറ്റ് കാശ് വസൂലാണ്. പിന്നെ ഒരു ദൃശ്യം ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കര എൻഗേജിങ് ആണ് പടം. തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടത്തിൻ്റെ പോക്ക് ഇതിങ്ങനെയാണ്, മേപ്പോട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ ആ ഒരു അവസാനിക്കുമ്പോൾ മോഹൻലാൽ തുടരും എന്നൊക്കെ കാണുമ്പോണ്ടല്ലോ എൻ്റെ മോനെ, ഈ ഒരു ലാലേട്ടനാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്തായാലും തരുൺമൂർത്തി വളരെ നന്ദി ഞങ്ങൾക്ക് ഈ ഒരു ലാലേട്ടനെ സമ്മാനിച്ചതിന്. പിന്നെ എന്താ പറയുക, ഇതുപോലുള്ള ചിത്രങ്ങൾ ഇപ്പം ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞ പോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂർ തരുൺമൂർത്തിയോട് ഒരു ഇൻ്റർവ്യൂവിൽ തരുൺമൂർത്തി പറയുകയുണ്ടായിരുന്നു, പുതിയതായിട്ട് വരുന്ന ഡയറക്ടേഴ്സ്, അതായത് മോഹൻലാലിനെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാം മോഹൻലാലിൻ്റെ ലോകത്തിലോട്ടാണ് വരുന്നത്. അതായത് ലാലേട്ടൻ്റെ ആ ഒരു മുണ്ട് മടക്കി കുത്തിയുള്ള ഇടിയും മീശ പിരിയും ആ ഒരു സ്റ്റൈലും ഇതും. പക്ഷെ തരുൺമൂർത്തിയോട് ആൻ്റണി പറഞ്ഞേക്കണത് തരുണിൻ്റെ ലോകത്തിലോട്ട് നമ്മുടെ ലാലേട്ടനെ കൊണ്ടുവരണം, ഒരു ആക്ടറായിട്ട്, ഒരു പെർഫോമറായിട്ട്. പക്ഷെ അത് തരുൺമൂർത്തി അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും തരുൺമൂർത്തി ഒരു വെരി 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 ബിഗ് താങ്ക്സ് ഞങ്ങൾക്ക് ഈ ഒരു ലാലേട്ടനെ സമ്മാനിച്ചതിന്. എന്തായാലും ഞാൻ വളരെയേറെ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ വളരെയേറെ സന്തോഷവും, ലാലേട്ടൻ എന്ന ഒരു ലെജൻഡറി ആക്ടറിൻ്റെ അഭിനയം കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷം. എന്തായാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വീണ്ടും വരട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് വാച്ചായിട്ട് നമ്മുടെ തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് ചെയ്യുക. OTT റിലീസിന് ഇത് കൊടുക്കാതെ അതിനു മുന്നേ തന്നെ തിയേറ്ററിൽ പോയി പരമാവധി കാണാൻ പറ്റുന്നവർ പരമാവധി കാണുക. ഓക്കെ, നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും വളരെ എന്താ പറയുക, നമുക്ക് വീണ്ടും കാണാം. ബൈ.